നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2025 ഡിസംബർ മാസം 14-ാം തീയതി 1201 ആണ്ട് വൃശ്ചിക മാസം 28-ാം തീയതി ഞായറാഴ്ച. ഇന്ന് ഞായറാഴ്ചയാണ്. ഇന്ന് ഉദയനക്ഷത്രം അത്തം നക്ഷത്രമാണ്. അത്തം നക്ഷത്രം ഉദയനക്ഷത്രമായി വന്നിട്ടുണ്ട്. ഞായറാഴ്ചയാണ്. അപ്പോൾ ഞായറാഴ്ച എന്ന് പറയുമ്പോൾ സൂര്യഭഗവാന്റെ ദിവസമാണ്, പ്രപഞ്ചനാഥനായ സൂര്യൻ്റെ ദിവസമാണ്. ജ്യോതിഷശാസ്ത്രപ്രകാരം ജ്യോതിഷദേവനാണ് സൂര്യൻ. അപ്പോൾ ഇന്നത്തെ നക്ഷത്രവും ശുഭനക്ഷത്രമാണ് അത്തം നക്ഷത്രം. അപ്പോൾ അത്തം നക്ഷത്രവും ആയിട്ട് വന്നിരിക്കുന്ന ദിവസം ശുഭ ദിവസമാണ്. ഞായറാഴ്ചയും നക്ഷത്രവും ശുഭമായി വന്നിരിക്കുന്നത് കൊണ്ട് എല്ലാ ശുഭകാര്യങ്ങൾക്കും ഇറങ്ങാം. നമുക്കിന്നൊരു സന്തോഷപ്രദമായ അവസ്ഥ ഉണ്ടാവും. ഏറ്റവും ഞായറാഴ്ചയ്ക്ക് ഏറ്റവും പ്രാധാന്യം കൊടുക്കുക. കാരണം ഞായറാഴ്ചയാണ് ശരിക്കും കുടുംബസമേതം നമുക്ക് നിൽക്കുന്ന ഒരു ദിവസമാണ് ഞായറാഴ്ച. കുടുംബത്തിനകത്ത് ഐശ്വര്യസമേതം നിൽക്കുന്ന ദിവസമാണ് ഞായറാഴ്ച. അതുകൊണ്ട് ഇന്നത്തെ ദിവസം വളരെ ഐശ്വര്യപ്രദമായ ദിവസം തന്നെ പ്രധാനം. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ എനർജി സേവ് ചെയ്യുന്ന ദിവസമാണ്. വീട്ടിൽ നിന്ന് സന്തോഷത്തോടു കൂടി കുടുംബസമേതം നിന്ന് ഏറ്റവും ഐശ്വര്യപ്രദമായ അടുത്ത ഒരു ആഴ്ചയ്ക്കുള്ള എനർജി ശേഖരിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. അപ്പോൾ ഇന്നത്തെ ദിവസം കൊള്ളൂലെങ്കിലോ നമുക്ക് എനർജി കിട്ടാതെ വരും. നമുക്ക് നാളെയൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് മനസ്സിനൊരു സന്തോഷം ഉണ്ടാവില്ല. കുടുംബ സന്തോഷമാണ് ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ അതിന് അനുകൂലപ്രദമായ ഒരു ദിവസം ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. അതുപോലെ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക്, അത്തം നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ ഭാഗ്യദായകമായ ഒരു വർഷമാണ്. സൂര്യൻ എപ്പോഴും പ്രശസ്തിയെ കൊടുക്കുന്നവനാണ്, പ്രകാശം. അപ്പോൾ നമുക്ക് ഷൈൻ ചെയ്യാൻ പറ്റും. നമ്മൾ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ നല്ല റിസൾട്ട് വാങ്ങും. ജോലിയിരിക്കുന്നവർക്ക് കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യാനും അംഗീകാരങ്ങൾ ലഭിക്കാനും ഇടവരും. അപ്പോൾ ഇൻക്രിമെൻറ്റ് കിട്ടും. അതേപോലെ പുതിയ ബിസിനസ് വല്ലതും തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലതാണ്. ഇതിനൊപ്പം തന്നെ വളരെ അവാർഡുകളും മറ്റ് അംഗീകാരങ്ങളും ലഭിക്കുന്ന ഒരു വർഷമാണ്. അപ്പോൾ ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക്, ഈ ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് വളരെ ഭാഗ്യദായകമാണ്. അതുപോലെ ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും നമുക്ക് രാഹുകാല സമയം നോക്കി യാത്ര തിരിക്കണം. കാരണം ഞായറാഴ്ച ആയതുകൊണ്ട് വൈകുന്നേരമൊക്കെ ആയിരിക്കും നമ്മൾ പുറത്തൊക്കെ പോണേ. ബന്ധുവീടുകളിലോ അല്ലെങ്കിൽ വല്ല ഫംഗ്ഷനോ അല്ലെങ്കിൽ ഔട്ടിങ്ങിനോ പർച്ചേസിങ്ങിനോ ഒക്കെ പോണത് ഇന്നത്തെ ദിവസം വൈകുന്നേരമായിരിക്കും. ഈ സമയത്താണ് രാഹുകാലം നിൽക്കുന്നത്. അപ്പോൾ രാഹുകാല സമയത്ത് ഇറങ്ങി അവിടെ കിടന്ന് ട്രാഫിക്കിലൊക്കെ പെട്ട് ചുറ്റിപ്പോവും. അതുകൊണ്ട് രാഹുകാല സമയം നോക്കി യാത്ര തിരിക്കണം. 4 മണി തൊട്ട് 6 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ 4:36 തുടങ്ങുകയുള്ളൂ. 6 മണി 2 മിനിറ്റ് വരെ ഉള്ളൂ. അപ്പോൾ രാഹുകാലം കലണ്ടറിൽ ഇട്ടിരിക്കുന്ന സമയം നോക്കി പോയാലും കുഴപ്പമില്ല. ചെറിയ വ്യത്യാസമേ ഉള്ളൂ. അതുപോലെ 2 സമയങ്ങളാണ്, ഗുളികകാല സമയവും യമകണ്ഠകാല സമയവും. ഇന്ന് ഗുളികൻ്റെ ബന്ധം പറഞ്ഞ സമയം ശരിക്ക് 3 മണി 11 തൊട്ട് 4:36 വരെയും, യമകണ്ഠകാല സമയം വരുന്നത് 12:19 തൊട്ട് 1:45 വരെയും. ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. അതുപോലെ ഇന്നും നമുക്ക് ഓരോ കാര്യങ്ങൾക്ക് ചെയ്തേ തീരുള്ളൂ എങ്കിൽ നല്ല ദിവസമാണ്, നല്ല മുഹൂർത്തമുണ്ട്. എങ്കിലും അഭിജിത്ത് മുഹൂർത്തം വിശേഷ മുഹൂർത്ത സമയമാണ്. ഇന്നും അഭിജിത്ത് മുഹൂർത്തം 11:55 തൊട്ട് 12 മണി 42 വരെ അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയമാണ്. ഈ സമയം എല്ലാ ശുഭകാര്യങ്ങൾക്കും നമുക്കെടുക്കാം. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. ശരിക്കും താമരപ്പൂവിൻ്റെ കളറോ റെഡ് മിക്സ് ആയിട്ടുള്ളത്, ചുടുകലിൻ്റെ കളറോ ഒക്കെ ആയിട്ടുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട്, റോസ് കളറോ ഒക്കെ ആയിട്ടുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് പോകുന്നത് നമ്മളിലേക്ക് സൂര്യൻ്റെ പ്രകാശം കടന്നുകൂടാനും നമ്മളിലുള്ള നെഗറ്റീവ് അകലാനും പോകുന്നിടത്ത് കുറച്ചുകൂടി ശ്രദ്ധിക്കപ്പെടാനും സഹായിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം ശരിക്കും പ്രപഞ്ചനാഥൻ്റെ അനുഗ്രഹത്താൽ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.